ആർജികർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ ശക്തമായ പ്രതിഷേധം തുടരുന്നു. കൊൽക്കത്തയിൽ വിദ്യാർത്ഥി മാർച്ചിനിടയിൽ വ്യാപക സംഘർഷമുണ്ടായി. മുൻകരുതൽ നടപടി എന്ന നിലയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത 4 വിദ്യാർത്ഥിനികളുടെ രക്ഷിതാക്കൾ കോടതിയെ സമീപിച്ചു. കൊൽക്കത്തയിൽ വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത്. വിദ്യാർത്ഥി സമൂഹം ആഹ്വാനം ചെയ്ത പ്രതിഷേധത്തിന് വൻ ജനപിന്തുണ ലഭിച്ചു. സംസ്ഥാന സർക്കാർ വിദ്യാർത്ഥി മാർച്ചിനെ പ്രതിരോധിക്കാനായി നടപടികൾ സ്വീകരിച്ചിരുന്നു. വിദ്യാർത്ഥികളെ കരുതൽ തടങ്കലിലാക്കുന്നത് അടക്കമുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഹൗറ പാലം കടന്നു വരാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ പോലീസ് തടയാൻ ശ്രമിച്ചു. പ്രതിഷേധക്കാർക്കെതിരെ ജലപീരങ്കി പ്രയോഗിച്ചു. പലയിടങ്ങളിലും പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ മറികടന്ന് പ്രതിഷേധക്കാർ മുന്നോട്ട് നീങ്ങി. സമരക്കാർക്കെതിരെ ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു. പ്രതിഷേധക്കാരെ നേരിട്ട സർക്കാർ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് BJP രംഗത്തു വന്നു. പ്രതിഷേധങ്ങളും സെക്രട്ടേറിയറ്റ് മാർച്ചുകളെയും പോലും മുഖ്യമന്ത്രി മമതാ ബാനർജി ഭയക്കുകയാണെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. അതേസമയം ആർജികർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ സാമ്പത്തിക ഇടപാടുകളിൽ EDയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ സാമ്പത്തിക തിരിമറിയിൽ CBI അന്വേഷണത്തിന് കൊൽക്കത്ത ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഡോക്ടർമാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് സുപ്രീംകോടതി രൂപം നൽകിയ നാഷണൽ ടാസ്ക് ഫോഴ്സ് രാജ്യത്തെ ഡോക്ടർമാരുടെ സുരക്ഷാസ്ഥിതി വിലയിരുത്തി. അമൃത ന്യൂസ്, ന്യൂഡൽഹി.